വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് വാർഷിക പരീക്ഷ 2024-25 അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രവർത്തനം 1, വായിക്കാം എഴുതാം. മാളുവിൻ്റെ ഒരു ദിവസം, അതാണ് തലക്കെട്ട്. മാളു മുറ്റത്ത് കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മഴ ചാറാൻ തുടങ്ങിയത്. ഒപ്പം കാറ്റും വീശാൻ തുടങ്ങി. മുഖത്ത് മഴത്തുള്ളികൾ വീണു. കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ നടന്നു. മഴയ്ക്ക് ശക്തി കൂടിയപ്പോൾ വീടിന്റെ ഉമ്മറത്ത് കയറി കൈ നീട്ടി. കാലുകളിൽ വീണ മഴവെള്ളത്തെ തട്ടിക്കളഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നു. ആ കളി അവൾക്ക് ഇഷ്ടമായി. മഴ നനയാതെ അകത്തു കയറി ഇരിക്കുമാളൂ, അമ്മ വിളിച്ചു പറഞ്ഞു. അവൾ വീടിനുള്ളിൽ കയറി. അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, നീ കുറെ തോണി ഉണ്ടാക്ക്. മാളു തോണി ഉണ്ടാക്കി തുടങ്ങി. മഴ പോയപ്പോൾ അവൾ മുറ്റത്തെ വെള്ളത്തിൽ തോണി ഒഴുക്കി കളിക്കാൻ തുടങ്ങി. തോണികൾ ഒഴുകി നടക്കുന്നത് കാണാൻ എന്ത് ഭംഗി! പെട്ടെന്നാണ് മാളുവിന്റെ ഏട്ടൻ വെള്ളത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോയത്. അവളുടെ തോണികൾ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. മാളുവിന് സങ്കടമായി. അച്ഛനാ ഓപ്പീട് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആ കളി അവൾക്ക് ഇഷ്ടമായി. ഏത് കളിയാണ് അവൾക്ക് ഇഷ്ടമായത്? മഴവെള്ളത്തെ തട്ടിക്കളഞ്ഞു കളിക്കുന്ന കളി, ഏട്ടനുമായുള്ള കളി, അമ്മയുമൊത്തുള്ള കളി, കൂട്ടുകാരുമൊത്തുള്ള കളി. ഏതാണ്? മഴവെള്ളത്തെ തട്ടിക്കളഞ്ഞു കളിക്കുന്ന കളി അല്ലേ. ഇനി നീ കുറെ തോണി ഉണ്ടാക്ക് എന്ന് പറഞ്ഞതാര്? ഏട്ടൻ, അച്ഛൻ, അമ്മ, മാളു. ആരാണ്? അമ്മയാണ് പറഞ്ഞത് അല്ലേ. ഇതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ, മാളുവിന്റെ തോണികളെല്ലാം വെള്ളത്തിൽ മുങ്ങിയത് എപ്പോഴാണ്? ഏട്ടൻ വെള്ളത്തിലൂടെ സൈക്കിൾ ഓടിച്ചപ്പോൾ അല്ലേ, അന്നേരമാണ് മുങ്ങിപ്പോയത്. മാളു തോണി ഉണ്ടാക്കി കളിച്ചത് എപ്പോഴാണ്? മഴ ചാറുമ്പോഴാണോ? മഴവെള്ളം മുറ്റത്തു നിറഞ്ഞപ്പോഴാണോ? നദിയിൽ ചെന്നപ്പോഴാണോ? അതോ കാറ്റ് വീശിയപ്പോഴാണോ? എപ്പോഴാണ്? മഴവെള്ളം മുറ്റത്തു നിറഞ്ഞപ്പോൾ. ബി ആണ് ശരിയായ ഉത്തരം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ കഥയിൽ മഴയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കാറ്റ് വീശുന്നു, മഴത്തുള്ളികൾ വീഴുന്നു, നിലാവ് പെയ്യുന്നു, തോണി ഒഴുകി നടക്കുന്നു. ഏതായിരിക്കും? മഴ പെയ്യുമ്പോൾ കാറ്റും വീശും, മഴത്തുള്ളികളും വീഴും, നമ്മൾ തോണിയൊക്കെ ഒഴുകി കളിക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇതിനുമായി ബന്ധമില്ലാത്തവ ഏതാണ്? നിലാവ് പെയ്യുന്നു. അതാണ് ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 2 നമുക്ക് നോക്കാം. ഗ്രേറ്റയുടെ സമരത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപർക്ക് കത്തെഴുതുക. അപ്പോ പത്രാധിപർക്കുള്ള കത്ത് എഴുതുമ്പോൾ ബഹുമാനപ്പെട്ട പത്രാധിപർക്ക് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാൻ. അല്ലാണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടല്ലോ എഴുതുക. എന്താണ്? ബഹുമാനപ്പെട്ട പത്രാധിപർക്ക്. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഗ്രേറ്റയുടെ സമരത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനം ഉൾപ്പെടുത്തണമെന്ന് ഈ പത്രത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തെഴുതുക. ഗ്രേറ്റയുടെ സമരത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനം പത്രത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അങ്ങ് അത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് എന്ന് ഇന്ന ആൾക്കാർ എന്ന് ഉള്ളത് എടുത്തെഴുതുക. അതാണ് വേണ്ടത്. ഇനി പ്രവർത്തനം 3, ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാളേക്ക്. മുറ്റത്തു നിൽക്കുന്ന മൂവാണ്ടൻ മാവ്, മുത്തശ്ശൻ നട്ടൊരു മാവ്. 7-8 കൊല്ലത്തിനിപ്പുറം മുത്തശ്ശൻ മാവിൻ ചുവട്ടിലിരിക്കെ മാവിന്റെ കൊമ്പിൽ നിന്നൂർന്നു വീണു നല്ല മൂവാണ്ടൻ മാമ്പഴം ഒന്ന് ചിരിച്ചു വിളിച്ചു മുത്തശ്ശൻ, ഉണ്ണി വരിക, കഴിക്കുമാങ്ങ, നീയും നടുക മരങ്ങൾ നാളേക്കു മറ്റാർക്കോ വേണ്ടി. കൃഷ്ണേന്ദുവിന്റെ ഒരു കവിതയാണ് അല്ലെ. നാളേക്ക് എന്ന് പറയുന്ന കൃഷ്ണേന്ദുവിന്റെ ഒരു കവിതയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അപ്പൊ ഈ കവിതയുടെ ആശയവും ഭംഗിയൊക്കെ ഉൾപ്പെടുത്തി ഈ കവിതയിൽ എന്താ പറയുന്നേ? നമ്മൾ നാളേക്ക് വേണ്ടി മുത്തശ്ശൻ ഇന്നൊരു മാവ് നട്ടു അല്ലെ. മുറ്റത്ത് നട്ട മാവാണ് എന്ത് ചെയ്യുന്നത്? മുറ്റത്ത് വലിയൊരു മാവായിട്ട് മാറിയിരിക്കുന്നു, മൂവാണ്ടൻ മാവായിട്ട് നട്ട്. അപ്പൊ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം മുത്തശ്ശൻ ആ മാവിന്റെ ചുവട്ടിലിരിക്കുക എന്ത് ചെയ്യുന്നു? മാവിന്റെ കൊമ്പിൽ നിന്ന് മാങ്ങകൾ ഇങ്ങനെ ഊർന്നു വീഴുന്നു. അപ്പൊ മുത്തശ്ശൻ വേഗം കുട്ടീനെ വിളിക്കുകയാണ് അല്ലേ. ഉണ്ണി വരിക, നീ മാങ്ങ കഴിക്കുക, എന്നിട്ട് നീയും എന്ത് ചെയ്യണം? അതിന്റെ വിത്ത് കൊണ്ടുപോയി നട്ട് എന്താണ്
മരങ്ങൾ നടുക. നാളെ നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാളെ മറ്റാർക്കോ വേണ്ടിയിട്ട് നീ ഇത് നടുക. അപ്പോൾ മരം വെട്ടി നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരം നടുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കവിതയുടെ ആശയമൊക്കെ ഉൾപ്പെടുത്തി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, സ്നേഹഗായകൻ എന്ന് അറിയപ്പെടുന്ന മഹാകവി ആര്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ, ചെറുശ്ശേരി. ആരാണിതിൽ? ആശാൻ അല്ലേ, കുമാരനാശൻ. ആശാനാണ് എന്ത്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി. നെക്സ്റ്റ് പ്രവർത്തനം 4, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കുറിച്ചാണ്. ചിത്രം കണ്ടല്ലോ, ഒറ്റയ്ക്കുള്ള കളിയിലാണോ കൂട്ടുകാരോടൊത്തുള്ള കളിയിലാണോ കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രമൊക്കെ വിശകലനം ചെയ്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈല് കാണുന്നു, മറ്റെല്ലാവരും എന്ത് ചെയ്യുന്നു? അവിടെ ഒന്നിച്ചിരുന്ന് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ കൂടുതൽ നമുക്ക് ആസ്വാദനം ലഭിക്കുന്ന എപ്പോഴാണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോഴാണ് അല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അറിയാൻ പറ്റില്ല. നമ്മുടെ കായിക ശക്തിയും മനസ്സിന് മാനസികാരോഗ്യം ഒക്കെ അല്ലേ ഒക്കെ വർദ്ധിക്കും ഇത്തരം കളിയിലൂടെ അല്ലേ. കൂട്ടുകാരോടൊത്തൊന്നിച്ചുള്ള കളികളിലൂടെ നമ്മുടെ ബുദ്ധിവികാസവും മാനസികാരോഗ്യവും ഒക്കെ എന്താണ് വികസിക്കുകയാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവൊക്കെ. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? ഒറ്റപ്പെട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാവും. അപ്പം ഒറ്റയ്ക്കുള്ള കളിയിലാണോ കൂട്ടുകാരോടൊത്തുള്ള കളിയിലാണോ കൂടുതൽ ആനന്ദം ലഭിക്കുക? കൂട്ടുകൂടി കളിക്കുമ്പോഴാണ് അല്ലേ. അപ്പം ഈ രണ്ട് ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, കായികമേളയിലെ വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത് എന്ത്? എന്താണ് കായികമേളയിലെ വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത്? ട്രോഫി, മെഡൽ, പച്ചക്കറി, പൂക്കൾ. എന്താണ് മക്കളെ? പച്ചക്കറിയാണ് എന്താണ് വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത്. ഇനി പ്രവർത്തനം 5, വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികളുടെ ആശയവുമായി ബന്ധപ്പെട്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. എന്താണ്? തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നാൽ എന്താണ്? എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യും? നമ്മൾ പിടിച്ചു നിൽക്കും, കൊന്നാലും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മുളച്ചു പൂക്കും അല്ലേ. വീണ്ടും മുളച്ചു പൂക്കും. അപ്പോൾ തീയിൽ കൊടുത്തത് ഒരിക്കലും എന്താണ്? വെയിലത്ത് വാടില്ല, അത് വീണ്ടും ഇങ്ങനെ മുളച്ചു പൊന്തി വരും. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്താണ്? നമ്മൾ പിടിച്ചു നിൽക്കും, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെയുള്ളവർക്ക് എന്തുള്ളൂ? വിജയം ഉള്ളൂ. അപ്പോൾ അതിനെ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം, ഇതിൽ ഈ പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ, ഉദാഹരണങ്ങൾ, നിലപാടുകളൊക്കെ എഴുതാം. നിങ്ങൾ ഇതുപോലെ സമാന അനുഭവങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഈ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 6, അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എരിതീയിലുയിരോടെ എന്ന പാഠഭാഗത്തിൽ സൈക്കയെ സഹായിക്കുന്ന ഉറുമ്പുകളെയും കഴുകനെയും കണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അവർ സൈക്കയെ സഹായിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അപ്പോൾ എരിതീയിലുയിരോടെ എന്ന ഭാഗത്ത് സൈക്കയെ സഹായിക്കുന്ന ഉറുമ്പുകളും കഴുകുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ സൈക്കയെ സഹായിച്ചത്? അപ്പോൾ സൈക്കെ എന്ന് പറയുന്നത് എന്ന രാജകുമാരി തൻ്റെ ഭർത്താവായ ഈറോസ്ദേവനെ തിരികെ കിട്ടാൻ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ് അല്ലേ എരിതീയിലുയിരോടെ എന്ന് പറയുന്നത്. അപ്പോൾ താൻ നേരിട്ട പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും കഴുകൻ്റെയും ഉറുമ്പുകളുടെയും സഹായത്തോടെ സൈക്കെ മറികടക്കുന്നത് ആണ് കഥയിലുള്ളത് അല്ലേ. അപ്പോൾ പ്രകൃതി ശക്തികളുടെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്? കഴുകനും ഉറുമ്പും. പ്രകൃതി ശക്തികളുടെ പ്രതീകമാണ് കഴുകനും ഉറുമ്പും. പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അവയെ മറികടക്കുന്നവരാണ് മുന്നേറുന്നതെന്നും ലക്ഷ്യബോധത്തിലൂടെ പ്രയത്നിച്ചാൽ വിജയത്തിലെത്താമെന്നുമാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ കഴുകനും ഉറുമ്പും എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളുടെ പ്രതീകമാണ് ഈ കഥയിൽ അല്ലേ. അപ്പോൾ കഴുകനും ഉറുമ്പും പ്രതിസന്ധികൾ
മറികടക്കാനായിട്ട് സൈക്കയെ സഹായിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് ആ ഇത് പറഞ്ഞ് അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി, ആരും തുണയില്ലാത്ത അവസ്ഥയിൽ സൈക്യ ആരെയാണ് അന്വേഷിച്ച് നടന്നത്? ആരെയാണ് അന്വേഷിച്ച് നടന്നത്? ഈറോസ് ദേവനെ. ഏതാരെയാണ്? ഈറോസ് ദേവനെയാണ് അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഉള്ളത്. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.